ഹലോ ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ PNL ഷെയർ ചെയ്യാം. കഴിഞ്ഞ മാർച്ച് തുടങ്ങിയുള്ളത്. സോ അതൊരു 1 crore 51 lakhs ആണ്. 1.5 CR ആണ് നമ്മുടെ പ്രോഫിറ്റ് കഴിഞ്ഞ ലാസ്റ്റ് 1 year. അത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കുറച്ച് ഡിഫിക്കൽട്ട് ഇയർ ആയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ എനിക്ക് കോളൻ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഒരു 6-7 months ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഈവൻ ആ സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. ഇവിടെ ഒരു ബിഗർ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാനുള്ളത്, എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ട്രേഡിംഗ് കൂടെ മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഷോർട്ട് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ആൻഡ് നമ്മൾ ഫെയിലിയർ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് 92% ഫെയിലിയർ ആണ്, അല്ലെ, ലോസസിലാണ്. 8% ഉണ്ടാവുന്നുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഡിസ്കറേജിങ് ഫിഗർ ആണ്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു പേടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്രയും നല്ലൊരു ഇങ്ങനത്തെ എന്താണ് പറയുന്നത്, ഇത്രയും നല്ലൊരു കാര്യം ഒന്നും പെട്ടെന്ന് കിട്ടൂല, അല്ലെ. നമ്മൾ നോക്കിയാൽ മതി, സക്സസ്ഫുൾ ബിസിനസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ടോപ്പ് ടിയർ റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കുക, പ്രൊഫഷണൽ സ്പോർട്സ് എടുത്ത് നോക്കുക, ക്രിക്കറ്റോ ഫുട്ബോളോ, അല്ലെങ്കിൽ എലീറ്റ് മ്യൂസീഷ്യൻസ് എടുത്ത് നോക്കുക, ആക്ടേഴ്സ് എടുത്ത് നോക്കുക. എല്ലായിടത്തും വിന്നേഴ്സ് കുറവായിരിക്കും. കാരണം ഇവിടെ അത്രയും എഫേർട്ട് വേണം, അല്ലെ, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഫെയിലിയേഴ്സ് ഇവിടെ കൂടുതലായിരിക്കും. പക്ഷേ ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ആക്ച്വലി എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു 8%-ൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരു എലീറ്റ് ക്ലബാണ്. ദെൻ യു ബിലോങ് ടു ദാറ്റ് എലീറ്റ് എക്സ്ക്ലൂസീവ് ക്ലബ് ഓഫ് ദ ബെസ്റ്റ് ട്രേഡേഴ്സ് ഇൻ ദ വേൾഡ്. സോ അതുകൊണ്ട് റിയൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെൻ യു ബിക്കം ഫൈനാൻഷ്യലി ഫ്രീ ഫ്രം ട്രേഡിംഗ് എന്നുള്ളതല്ല. തിരിച്ച്, കെൻ യു ഡെവലപ്പ് ദ ഡിസിപ്ലിൻ ആൻഡ് റെസീലിയൻസ് വിച്ച് ഇസ് റിക്വയർഡ് ടു ബി ദാറ്റ് ടോപ്പ് 8% എന്നുള്ളതാണ്. അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് എന്താണ് ക്വാളിറ്റി എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് PNL കാണിക്കാം. കഴിഞ്ഞ 1 year PNL ആണ്. 1.5 CR ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ സ്ക്രീൻ നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റ് ടൈമിലുള്ള എൻ്റെ ഒരു ഫോട്ടോ. ഓൾമോസ്റ്റ് ഒരു 54 കിലോഗ്രാം ആയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ 90 ഉണ്ടായിരുന്നു. ഞാൻ മിസ്റ്റർ ട്രിവാൻഡ്രം, മിസ്റ്റർ കേരളക്കായിരുന്നു. പക്ഷേ അതിനുശേഷം 54 ആയി ട്രീറ്റ്മെന്റ് ടൈമിൽ. ഇപ്പോൾ 90 kg ഒക്കെ ഉണ്ട്. എനിവേ, നമുക്ക് നേരെ PNL പോവാം. ഇത് 1 year PNL സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ 2024 മാർച്ച് മുതൽ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,51,61,000 സംതിങ് ആണ്. ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്, അതായത് ചാർജസ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.7 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 15-20 lakhs ചാർജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആക്യുറസി, നല്ല ഒരു ആക്യുറസി ഉണ്ട്. നമുക്കൊരു 70%-ൽ കൂടുതൽ ആക്യുറസി ഉണ്ട്. പക്ഷേ മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് റിസ്ക് റിവാർഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ ലോസ് ആണ് എപ്പോഴും നമ്മൾ വെക്കുന്നത്. ഇവിടെ നോക്കാം, പ്രോഫിറ്റ് 5 lakhs ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് വലിയ വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാവും, ലോസസ് എപ്പോഴും ചെറുതായിരിക്കുക. അപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസും മൾട്ടിപ്പിൾ ക്യാൻഡിൽ വിന്നിങ്, അതാണ് സ്ട്രാറ്റജി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, 3 lakhs ഇതാണ് ലോസ്. നോക്കുക, ഇവിടെ 3,000 ആണ് ലോസ്. അതുപോലെ തന്നെ അടുത്ത ഒരു ലോസ് നോക്കിക്കഴിഞ്ഞാൽ 39,000 ആണ് ലോസ്. ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, വിന്നിങ് എല്ലാം നല്ല 3 lakhs, 5 lakhs, 8 lakhs. ഈവൻ ഈ ലോസ് ആണെങ്കിൽ പോലും അതൊരു 1 lakh-ലാണ് ഉള്ളത്. നമ്മുടെ ലോസസ് എപ്പോഴും കൺട്രോൾഡ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലോസ് എപ്പോഴും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് പറയാനുള്ളതല്ല. അത് വെറുതെ പ്രോഫിറ്റ് കാണിക്കുക എന്നുള്ളതല്ല ഒബ്ജക്റ്റീവ്. ലോസ് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കുക, 1 bar ആയിരിക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രേഡിംഗിൽ കൂടെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും എന്നുള്ളതാണ്. മിക്ക ട്രേഡേഴ്സും ഫെയിൽ ചെയ്യാൻ കാരണം ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആണ്, അല്ലാതെ നോളജ് ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷെ അത് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മെക്കാനിക്കൽ ജോബ് അല്ല. ഒരേപോലെ വന്ന് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന പോലെ ഒരു മെക്കാനിക്കൽ ജോബ് അല്ല. ഇത് സൈക്കോളജിക്കൽ ആണ്. അത് സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും. സിറ്റുവേഷൻസ് അനുസരിച്ച് ഡിസിഷൻസ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഡിസിപ്ലിൻസ് അത് മാസ്റ്റർ ചെയ്യാണ്ട് നിങ്ങൾ മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഒരിക്കലും. ഫസ്റ്റ് യു ഹാവ് ടു മാസ്റ്റർ യുവർ സെൽഫ് ഈവൻ ബിഫോർ യു ട്രൈ ടു മാസ്റ്റർ ദ മാർക്കറ്റ്. ഒരുപാട് ട്രേഡ് ചെയ്താലും എല്ലാ ട്രേഡേഴ്സും, മിക്ക ട്രേഡേഴ്സും അവര് ലോസിലാണ്. ബിക്കോസ് they don't follow their own rules. നിങ്ങൾ തന്നെ റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് എന്റെ സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് എൻട്രി എടുക്കണം, എന്ത് ട്രേഡ് ചെയ്യണമെന്ന് അറിയാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂൾസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യില്ല. കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഇല്ലാണ്ട്, പ്രോപ്പർലി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിസ്ക് എടുക്കാതെ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇല്ലാതെ ഇമോഷൻ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ
ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ മാർക്കറ്റ് കൺട്രോൾ ചെയ്യും, നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, you don't want to win over the market, you have to win yourself, right? That means you have to start control yourself rather than you try to control the market, which is not possible, which is not required. അതിന്റെ ആവശ്യമില്ല. സോ ഒന്ന് you just think about this. ട്രേഡിംഗ് ഭയങ്കര ഈസി ആയിരുന്നെങ്കിൽ, ട്രേഡിംഗ് വാസ് സോ ഈസി, എല്ലാവരും അത് ചെയ്യില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് വിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും വിജയിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഈവൺ ഒരു 10 വയസ്സുള്ള കുട്ടിക്കും ജയിക്കാൻ പറ്റും. 95 ഇയർ ആയിട്ടുള്ള ഒരു റിട്ടയർ ആയിട്ടുള്ള ആൾക്കും ട്രേഡിംഗിൽ സക്സസ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു റിവാർഡ് കിട്ടില്ല. ഇതിന്റെ വാല്യൂ കൂടുതലാവാൻ കാരണം, അല്ലെങ്കിൽ അത്ര റിവാർഡ് ആവാൻ കാരണം, അല്ലെങ്കിൽ അത്ര അട്രാക്റ്റീവ് ആവാൻ കാരണം എന്താ? 92% ആൾക്കാരും ഫെയിൽ ചെയ്യും. അത് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ആ 92% ആൾക്കാരും അതിന് ആവശ്യമുള്ള വർക്ക് ചെയ്യുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്കും അതുപോലെ 92 ആൾക്കാരുടെ പോലെ ആവാനാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണ്ട. പക്ഷെ മെയിൻ ഡിഫറൻസ് എന്താണ്? ഇത് മനസ്സിലാക്കിയാൽ മതി. ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഇഫ് യു വോണ്ട് ടു വിൻ, നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്ക്ലൂസീവ്ലി ഒരു ഇൻഡിപെൻഡന്റ് ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക, നിങ്ങളെ തന്നെ മാസ്റ്റർ ചെയ്യുക. സോ ആ ഒരു എലീറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മിക്ക ആൾക്കാരും ക്വിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവർക്ക് ആ ഒരു ലോസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച് നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മെന്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു 8% എത്താൻ പറ്റും. ആ ഒരു 8% എന്ന് പറയുന്നത് എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളൊരു ബിസിനസ് എടുത്ത് നോക്കുക, എന്ത് ബിസിനസ് എടുത്ത് നോക്കുക, റെസ്റ്റോറന്റ് ബിസിനസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ സ്പോർട്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ആർട്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ആക്ടേഴ്സിന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഏത് ഫീൽഡ് എടുത്ത് നോക്കുക, ഈവൻ UPSC എക്സാം എടുത്ത് നോക്കുക. ഇതല്ലേ സക്സസ് റേഷ്യോ. സോ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്കിൽ അച്ചീവ് ചെയ്യണം. ഇവിടെ സ്കിൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ ആയാൽ മതി, വേറെ ഒന്നുമില്ല. അത് നിങ്ങളുടെ ഹാബിറ്റ്സിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ലുക്ക് അറ്റ് യുവർ ബോഡി, ലുക്ക് അറ്റ് ദ വേ യു ഈറ്റ്, ലുക്ക് അറ്റ് ദ വേ യു എക്സസൈസ്. അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ട്രേഡിംഗിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെയും നിങ്ങൾ അത് ഫോളോ ചെയ്യും. സോ 9 to 5 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് ഞാനിപ്പോ പറഞ്ഞല്ലോ, റിട്ടയർ ആയ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിനൊരു റിട്ടയർമെന്റ് ഇല്ല. ഞാൻ ക്യാൻസർ 3rd സ്റ്റേജ് ആയിരുന്നു. ഡെത്ത് ബെഡിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോലും ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോ 60 ഇയേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? 85 ഇയർ 90 ഇയർ ആയിട്ടുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് എനിക്കറിയാം. ഓക്കെ, സോ 9 to 5 ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഈ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ലാർജർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൽഗോ വെച്ച് ട്രേഡ് ചെയ്യാം. ഈവൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്, 2200 EM അല്ലെങ്കിൽ ക്യാമറ പിവറ്റ് സ്ട്രാറ്റജി. ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു കോഡറിന് അപ്രോച്ച് ചെയ്യുക, കോഡ് ചെയ്യുക. നിങ്ങൾ 1 bar സ്റ്റോപ്പ് ലോസ് എടുക്കുക, വിൻ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെന്റിലും ട്രേഡ് ചെയ്യാം. ഇനി ഇല്ല, നിങ്ങളുടെ ഫിസിക്കൽ ട്രേഡിംഗ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം. ഈ 2200 EMA സ്ട്രാറ്റജി കമ്മോഡിറ്റിയിൽ ഗോൾഡ് ആണെങ്കിലോ സിൽവർ ആണെങ്കിലോ ക്രൂഡ് ഓയിൽ ആണെങ്കിലോ അക്രോസ് ദ ഇൻഡെക്സ്, അക്രോസ് ദ ഇൻസ്ട്രുമെന്റ് അത് വർക്ക് ചെയ്യും. അത് ഫോറക്സിലാണെങ്കിലും വർക്ക് ചെയ്യും, ക്രിപ്റ്റോയിലാണെങ്കിലും വർക്ക് ചെയ്യും, എല്ലാ മാർക്കറ്റിലും വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ സ്ട്രാറ്റജിയാണ് അത്. ക്യാമറ പിവറ്റ് ആണെങ്കിലും R3S3 സ്ട്രാറ്റജി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ 2200 EMA ആണെങ്കിലും. സോ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇതാണ്. നിങ്ങൾക്ക് വേറെ മാർക്കറ്റ്, ഒന്നുകിൽ വേറെ മാർക്കറ്റ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഇൻസ്ട്രുമെന്റ് ട്രൈ. കമ്മോഡിറ്റി മാർക്കറ്റ് നിങ്ങൾക്ക് 5 മണി വരെയാണ് നിങ്ങളുടെ ജോബ് എന്നുണ്ടെങ്കിൽ 6 to ബാക്കിയുള്ള 10 ആ ഒരു സമയത്ത് നല്ലൊരു മൂവ്മെന്റ് ഉള്ള സമയമാണ്. കാരണം കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ വോളിയം വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാം, ഒരു 4 hour ടൈം ഫ്രെയിമിലോ 1 hour ടൈം ഫ്രെയിമിലോ, അങ്ങനെ ലാർജർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്യൂ ട്രേഡ്സ് എടുത്താൽ മതി. ആ ഒരു അലേർട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം നിങ്ങളുടെ പ്രൈസ് മൂവ്മെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച്, എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു ട്രേഡറിന്റെ ജേർണിയിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് യു ഹാവ് ടു ലേണിംഗ് അല്ലെ. പ്രോഫിറ്റിംഗ് അത് എപ്പോ വേണമെങ്കിലും വരാം, പക്ഷെ യു നീഡ് ടു കീപ് ഓൺ ലേണിംഗ്. നിങ്ങൾ പ്രോഫിറ്റ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയാൻ നിങ്ങൾ ഈ ഒരു സാഹചര്യങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഒരു വലിയ ഒരുപാട് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽസ് എടുത്ത് നോക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പ്രോഫിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറായോ, അല്ലെങ്കിൽ നിങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്യാറായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയ ആളായിട്ടുണ്ടോ. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, ട്രേഡിംഗ് ജേർണലിൽ നിങ്ങൾക്ക് ആ വിൻസും ലോസസും നോക്കാം. അത്രയും എക്സ്പീരിയൻസ്ഡ് ഒരു 1000 ട്രേഡ്സ് എങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, ചെറിയ ട്രേഡ്സ്. അതുപോലെ നിങ്ങളുടെ ലോസസ് നോക്കാം. നിങ്ങളുടെ ലോസസ് കൺട്രോളിലാണോ?
മേ ബി ഇനീഷ്യലി അല്ലെങ്കിലും പിന്നീട് നിങ്ങൾ കൺട്രോൾഡ് ലോസസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ട്രേഡിലും നിങ്ങൾ ഇമോഷണൽ ആകാണ്ട് ആ ട്രേഡ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണോ ട്രേഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ട്രേഡ് എടുത്ത് അതിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി ആ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും യുനോ ഇതുപോലെ കുറെ കോമൺ മാർക്കറ്റ് പാറ്റേൺസ് ഇല്ലേ, കപ്പ് ആൻഡ് ഹാൻഡിൽ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, അല്ലെങ്കിൽ RSI ഡൈവേർജൻസ്, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, അങ്ങനത്തെ പാറ്റേൺസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇനീഷ്യലി ഒരുപാട് ഫണ്ട് കൊണ്ടെന്ന് വെച്ചൊന്നും ട്രേഡ് ചെയ്യേണ്ട. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കുക, ഇനീഷ്യലി ഏറ്റവും കൂടുതൽ ലോസ് എടുക്കുക. ആ എക്സ്പീരിയൻസ് ഫേസ് നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ലേണിംഗ്, നിങ്ങൾക്ക് ബുക്ക് നോക്കി കഴിഞ്ഞാൽ പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെന്ററിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാറ്റേൺസ് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു 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 ബഞ്ച് ഓഫ് വിന്നിങ് ആൻഡ് ലൂസിങ് ട്രേഡ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ടീച്ചർ. ആക്ച്വലി ആ ലോസസ് ആണ് നിങ്ങളുടെ ടീച്ചർ. കാരണം ആ ലോസസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. ലോസ്, ആ വരുന്ന മിസ്റ്റേക്ക്, അത് നിങ്ങൾ പഠിച്ച് അത് റെക്ടിഫൈ ചെയ്ത് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. അപ്പൊ നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കാൻ പറ്റണം ഇനീഷ്യൽ ഫേസിൽ. അപ്പൊ ലെസ് ക്യാപിറ്റലിൽ, അപ്പൊ നിങ്ങൾക്ക് ലോസസ് ചെറുതായിരിക്കും. എല്ലാ ലോസും എല്ലാ മിസ്റ്റേക്സും എല്ലാ പോസിബിലിറ്റി കൂടെ പോകാൻ പറ്റും. അതിൽ നിന്ന് എല്ലാ പോസിബിൾ ആയിട്ടുള്ള ലേണിംഗ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ക്യാപിറ്റൽ ഒരുപാട് കൊണ്ടുവന്ന് അത് ഒറ്റയ്ക്ക് വൈപ്പ് ഔട്ട് ആയി പോയി അതിൽ നിന്ന് ലേൺ ചെയ്യുന്നതിൽ നല്ലത്, ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്, ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കുക ഇനീഷ്യൽ ഫേസിൽ. സോ നിങ്ങൾ നല്ല ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ മിസ്റ്റേക്കും നിങ്ങൾ ആദ്യമേ ചെയ്യണം. നിങ്ങളുടെ ക്യാപിറ്റൽ ചെറുതായിരിക്കുന്ന സമയത്ത് എല്ലാ മിസ്റ്റേക്കും ചെയ്യണം. എല്ലാ മിസ്റ്റേക്കും ഒന്ന് ലേണിംഗ്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫെയിലിയർ അല്ല. ഫെയിലിയർ എന്ന് പറയുന്നത് ഇഫ് യു ഫെയിൽ ടു ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്, അപ്പോഴാണ് നിങ്ങൾക്ക് ഫെയിലിയർ ആവുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഫെയിലിയർ എന്ന് പറയാൻ പറ്റുന്നത്. അല്ല, നിങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ അല്ല. കാരണം അതൊരു ലേണിംഗ് പോയിന്റ് ആണ്. ആ ഉണ്ടാക്കിയ മിസ്റ്റേക്കിന്റെ 10 ടൈംസ് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അത് ആ ഒരു സിനാരിയോ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഇതെല്ലാം കവർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഇനി പ്രാക്ടീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു നോട്ട് ഗെറ്റ് ബെറ്റർ അറ്റ് സംതിങ് യു ഡു കറക്റ്റ്ലി, അല്ലെ? റിപ്പീറ്റഡ്ലി, യു നീഡ് ടു റിപ്പീറ്റഡ്ലി ചെയ്യണം. അതൊരു ഗോൾഡൻ റൂൾ ആണ്. അതുപോലെ തന്നെ ഓവർ പീരീഡ് ഓഫ് ടൈം ചെയ്യണം. റൂൾ എന്ന് പറയുന്നത് 10,000 hours നിങ്ങൾ വർക്ക് ചെയ്യണം. ഒരു സംഭവത്തിൽ നിങ്ങൾ എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ, ക്രിക്കറ്റിലാണെങ്കിൽ 10,000 hours ബാറ്റ് ചെയ്യണം, ബാറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബോൾ ചെയ്യണം, അല്ലെ? ഏതാണെങ്കിലും നിങ്ങൾ അത്രയും, അതാണ് ഒരു ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡിംഗ് ഹാബിറ്റ്സ് ആണോ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കൺസിസ്റ്റന്റ്ലി ട്രേഡ് ജേർണൽസ് ഉണ്ടോ? അത് നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആവില്ല. അത് ഗ്യാരണ്ടി ആണ്. അത് റിട്ടേൺ ആയിട്ട് എഴുതി തരാൻ പറ്റും. സോ ഓൺലി ക്വസ്റ്റൻ ഇസ്, നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയം വേണം. ആ സമയം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ കുറെ എഫേർട്ട് എടുക്കണം. ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതൊരു പക്ഷേ അത്രയും ബാക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ടി വരും. ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് അത്രയും ചാർട്ട്സ് നിങ്ങൾ നോക്കേണ്ടി വരും. ബാക്ക് ടെസ്റ്റിംഗ് നടത്തണം, അതിനുശേഷം ഫോർവേഡ് ടെസ്റ്റിംഗ് നടത്തണം, അതിനുശേഷം നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മെന്റർ വേണം. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാവണം. ആ മിസ്റ്റേക്സ് ലേൺ ചെയ്യാൻ പറ്റണം. ആ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യരുതൊരിക്കലും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറ്റുന്ന ഒരു സമയം, ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഒരു 8% കാറ്റഗറിയിൽ എത്തുന്നത്. ആ 8% വരുമ്പോഴാണ് ആ ഒരു എലീറ്റ് ക്ലബിലേക്ക് നിങ്ങൾ എത്തുന്നത്. സോ ട്രേഡിംഗ് കൂടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റും, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഡിസിപ്ലിൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 92% ഫെയിലിയർ റേറ്റ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു മോട്ടിവേഷൻ ആയിരിക്കണം. കാരണം ആ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്താൽ മാത്രമാണ് എന്ത് റിവാർഡ് ഹൈ ഉള്ള കാര്യത്തിലും ഹൈ കോമ്പറ്റീഷൻ ആണ്. ഇവിടെ അത്രയും ഹൈ റിവാർഡ് ആണ്. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത്ര എഫേർട്ട് ഉണ്ട്. ആ 8% എത്തണമെന്നുണ്ടെങ്കിൽ ആ 8% നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് 1% ഉണ്ടാവുള്ളൂ. സോ അവിടെ എത്തണമെങ്കിൽ അത്ര എഫേർട്ട് ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജോബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേറെ ഇൻസ്ട്രുമെന്റ് നോക്കുക, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം നോക്കുക, അല്ലെങ്കിൽ വേറെ മാർക്കറ്റ് നോക്കുക. US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. സോ എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഒരു 6 months, ആ ഒരു 1000 ട്രേഡ്സ് എങ്കിലും നിങ്ങൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്ത് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കി, എന്തുകൊണ്ട് എൻട്രി എടുത്ത്, എന്തുകൊണ്ട് അത് സക്സസ് ആയി, എന്തുകൊണ്ട് അത് ഫെയിൽ ആയി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. സോ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് വേണം, ഡിസിപ്ലിൻ വേണം. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടത്. സോ ട്രേഡിംഗ് എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിനുള്ള ടൈം കൊടുക്കണം, നിങ്ങൾ അതിനുള്ള എഫേർട്ട് എടുക്കണം, ലേൺ ചെയ്യാൻ തയ്യാറായിരിക്കണം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രേഡിംഗ് സക്സസ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട് ടു ഡിസ്കസ്. Thank you so much for watching. See you in the next one.